നമ്മൾ എന്താവണം, എന്ത് നേടണം, എങ്ങനെ ആവണം എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. അതിലേക്കുള്ള ഫസ്റ്റ് വഴി അതൊന്നും എനിക്ക് പറ്റില്ല, അതൊക്കെ വലിയ സംഭവമാണ് എന്നുള്ള ചിന്തയെ ഒഴിവാക്കലാണ്. പിന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനെ മാക്സിമം ഹാപ്പി ആക്കാൻ ശ്രമിക്കണം. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഇമോഷൻസിനനുസരിച്ചും ഓരോ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. അതിന് നമ്മുടെ മൈൻഡിനെ പലതരത്തിൽ ഹാപ്പിയാക്കുകയും സമാധാനത്തിലാക്കുകയും ചെയ്യുന്ന ചില ഹോർമോൺസാണ് ഓക്സിറ്റോണിൻ, ഡോപ്പാമിൻ, പ്രോലാക്റ്റിൻ, സെറോട്ടോണിൻ എന്നിവയൊക്കെ. നമുക്കെങ്ങനെ ഈ ഹോർമോൺസിനൊക്കെ നമ്മുടെ കൺട്രോൾ വഴി വർക്ക് ചെയ്യിപ്പിച്ച് സക്സസ് ആവാമെന്ന് അറിയുമോ? ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ പ്രോലാക്റ്റിൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയും. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം മുന്നിൽ കാണുമ്പോൾ തന്നെ അല്ലോ പെട്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ബ്രെയിനിലേക്ക് സാരല്ല അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു തരുന്നത് ഈ പ്രോലാക്റ്റിനാണ്. പക്ഷേ ആ സൊല്യൂഷൻ എന്താണെന്ന് കേൾക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്താതെ ആ ടെൻഷനിൽ തന്നെ നമ്മൾ തുടരുന്നു. ഇങ്ങനെ ആ പ്രശ്നങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ ഹോർമോൺസിലെ ഏറ്റവും വലിയ വില്ലനായ കോർട്ടിസോൾ എന്ന ഹോർമോൺ അവരുടെ ബ്രെയിനിൽ ലീഡ് ചെയ്യും. നമുക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രോലാക്റ്റിൻ വേണോ അതോ ദരിദ്രനായിട്ട് മുന്നോട്ട് പോകാനുള്ള കോർട്ടിസോൾ വേണോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അതെങ്ങനെ തീരുമാനിക്കാം എന്നുള്ളതാണ് ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ബ്രെയിൻ മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും വലിയൊരു ഘടകം കൂടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കണ്ടന്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.